നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതിപക്ഷ മുന്നണിയായ INDA രാംലീല മൈതാനിയിൽ ഇന്ന് നടത്തിയ മെഗാ റാലി. അതുതന്നെയായിരുന്നു ഇന്നത്തെ ദിവസം ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റവും അധികം ചർച്ച ചെയ്തത്, രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്തത്. എന്തായാലും ഈ INDA മുന്നണിയിലെ കരുത്തരെല്ലാവരും തന്നെ ഇന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ശരത് പവാർ, അതിനോടൊപ്പം തേജസ്വി യാദവ്, സീതാറാം യെച്ചൂരി, ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, അഖിലേഷ് യാദവ്, തിരുച്ചി ശിവ, ഡെറക് ഒബ്രിയാൻ തുടങ്ങി പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ ആ വേദിയിൽ സന്നിഹിതരായിരുന്നു. പക്ഷെ ഇന്ന് ആ വേദിയിൽ ഒരു പുതിയ താരോദയം ഉണ്ടായ കാര്യം അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയായ സുനിത കെജ്രിവാളിന്റെ സ്ഥാനാരോഹണം തന്നെയാണ് ഇന്ന് രാംലീല മൈതാനിയിൽ നടന്നതെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. ഇന്നലെ വരെ ഭർത്താവിന്റെ സന്ദേശം വായിച്ചിരുന്ന ഒരു സുനിത കെജ്രിവാളിനെ അല്ല നമ്മൾ ഇന്ന് ആ വേദിയിൽ കണ്ടത്. അടിമുടി രാഷ്ട്രീയക്കാരിയുടെ കെട്ടും മട്ടും ഭാവവുമായി തലയുയർത്തി നിന്ന് ഒരു വലിയ ജനാവലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സുനിത കെജ്രിവാളിനെയാണ്. അണികളെ അവർ വലിയ ആവേശത്തിലാഴ്ത്തി, അതിനോടൊപ്പം അണികളുടെ കയ്യടി വാങ്ങിച്ചെടുക്കാനും സുനിത കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരിയായി സുനിത കെജ്രിവാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇതുതന്നെ ആവണം അരവിന്ദ് കെജ്രിവാൾ ആഗ്രഹിച്ചതും. കാരണം പാർട്ടിയുടെ കടിഞ്ഞാൺ തന്റെ കയ്യിൽ നിന്നും പോകാതിരിക്കണമെങ്കിൽ മറ്റ് സഹപ്രവർത്തകരോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ തന്നെയുള്ള മറ്റു നേതാക്കളോ തലപ്പത്തേക്ക് വരുന്നതിലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് തന്റെ ഭാര്യ തന്നെ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നതാണ്, താൽക്കാലികമായെങ്കിൽ പോലും. എന്തായാലും മറ്റ് നേതാക്കൾ സുനിത കെജ്രിവാളിന്റെ ഈ ഒരു സ്ഥാനാരോഹണം അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നാലെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ആം ആദ്മി പാർട്ടിയുടെ താൽക്കാലിക ചുമതലയെങ്കിലും സുനിത കെജ്രിവാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും BJP അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും നാളും ആം ആദ്മി പാർട്ടി പറഞ്ഞുകൊണ്ട് നടന്ന ആദർശങ്ങളെ അത് ഇല്ലാതെയാക്കും. അതിനോടൊപ്പം തന്നെ അവരുടെ ഇമേജ് നശിപ്പിക്കുന്ന ഒരു തീരുമാനം കൂടിയായിരിക്കും എന്നതിൽ തർക്കമില്ല. അത് BJP കൃത്യമായി ഉപയോഗപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇന്ന് ആ വേദിയിൽ സുനിത കെജ്രിവാൾ മാത്രമല്ല ശ്രദ്ധ പിടിച്ചു പറ്റിയത് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു സംസ്ഥാനത്തിന്റെ ട്രയൽ റൺ കൂടി ഇന്ന് ആ വേദിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പനയ്ക്കും ഒരു പാഠശാലയായിരുന്നു ഇന്നത്തെ INDA പ്രതിപക്ഷ മുന്നണിയുടെ മെഗാ റാലി വേദി. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.